ഒരുപാട് ഗുണ്ടായിസം വെച്ച് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവര് എന്ത് ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാണ്. ഇവരെ കാരണം ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും മൂടി ആൾക്കാർ ഇങ്ങനെ സേവ് ചെയ്ത് കൊണ്ടുപോവാണ്. മുമ്പൊരിക്കൽ ഞാൻ ഇതുപോലെ ട്രാൻസ് വ്യക്തിക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ലെന്നും ട്രാൻസ് മെൻസിന് അതിനുള്ള സയന്റിഫിക്കലി അതിനുള്ള ഇതുണ്ടെന്നും ഞാൻ സയന്റിഫിക്കലി ഇതുള്ളത് വെച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അന്നും ഇതുപോലെ, പക്ഷെ ഞാൻ ഇതുവരെ ആ ഒരു കാര്യം ഞാൻ പൊതുസമൂഹത്തിൽ ഷെയർ ചെയ്തിട്ടില്ല. അന്ന് ഇതുപോലെ വളരെ മോശമായിട്ട് വളരെ മൃഗീയമായിട്ട് ഇവരിൻ്റെ ഗ്രൂപ്പിലിട്ട് അങ്ങോളം ഇങ്ങോളം ഉള്ള ആൾക്കാർ വളരെ മോശമായിട്ട് പറഞ്ഞു. ഞാൻ ഇന്ന് ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, എനിക്ക് കഴിക്കാൻ തോന്നി. ഹലോ, ഞാൻ ഇന്ന് സീമ വിനീതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് ശരിക്കും ഒരു കമൻറ്റിൽ തീർക്കേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇത് അവരിൽ എത്തണം എന്ന ഒരാഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പും ഒരുപാട് തവണ അവരുടെ ഇൻസ്റ്റയിലും അവരുടെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവരത് എടുത്തിട്ടില്ല, നോക്കിയിട്ടില്ല. അതുപോലെ ഇവരുടെ വീഡിയോകൾക്ക് താഴെ ഞാൻ കമൻറ്റും ഇട്ടിട്ടുണ്ട്, അതിനൊരു റിപ്ലൈയും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടുന്ന കമൻറ്റ് അവർ കാണാതെ പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് ട്രാൻസ് വുമൻസിൽ ഒരാളാണ് സീമ വിനീത്. എനിക്ക് ഏറ്റവും ഇൻസ്പയർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് ഒരുപാട് പാവങ്ങളെ സഹായിക്കാറുണ്ട്. അതിൽ അവരുടെ ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അവർ ഭക്ഷണം വെച്ച് ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ക്വാളിറ്റി എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്യിപ്പിക്കുകയും ഞാനും അതുപോലെ മറ്റുള്ളവർക്ക് ഫുഡ് വെച്ച് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ആ സീമ വിനീതിൽ നിന്നാണ് ഞാൻ അത് കണ്ട് പഠിച്ചത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ വളരെ വേദനയുള്ള ഒരു കാര്യത്തിലൂടെ കടന്നു പോകുന്നു. അതും സെയിം ഞാൻ അനുഭവിക്കുന്ന അതേ ഒരു ഇതിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന് ആലോചിച്ചപ്പോഴും, വളരെ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നിട്ട് പോലും അവർ എന്തുകൊണ്ടാണ് ഇത്രയും തളർന്ന് ആ ഒരു വീഡിയോ ചെയ്തത് എന്ന് ആലോചിച്ചു കൊണ്ടുമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ട് ഈ ട്രാൻസ് വുമൻസിൽ തന്നെ ആണുങ്ങളായി ജീവിക്കുകയും ആണുങ്ങൾ മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ച് അതിൽ മക്കളുണ്ടാവുകയും ചെയ്തതിന് ശേഷം ട്രാൻസ് വുമൻസ് ആയിട്ട് ജീവിക്കുന്നു, അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ സീമ വിനീത് നൽകിയിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാനും യോജിക്കുന്നുണ്ട്. കാരണം മറ്റൊരു പാരൻസിൻ്റെ മകളെ അല്ലെങ്കിൽ മകനെ ഇവരുടെ സ്വഭാവം നന്നാവും എന്നുള്ള ഒരു രീതിയിൽ നന്നാവാൻ വേണ്ടിയിട്ട് മറ്റൊരാളിനെ കല്യാണം കഴിക്കുകയും അവരുടെ ജീവിതം തകർത്തെറിഞ്ഞുകൊണ്ട് അവരെ പെരുവഴിയിലേക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു രീതിയിൽ എൻ്റെ ഇഷ്ടം ഇതാണ് എന്ന് അതിന് ശേഷമാണോ മനസ്സിലാക്കുന്നത്? ഒരു ട്രാൻസ് വുമണിന് നേരത്തെ തന്നെ അവരുടെ സ്വഭാവ രീതിയെക്കുറിച്ച് അവർക്കറിയാൻ സാധിക്കും. എൻ്റെ ഉള്ളിലൊരു സ്ത്രൈണത ഉണ്ട്. അപ്പോൾ ഉള്ളിൽ സ്ത്രൈണത ഉള്ള ഒരാൾക്ക് ഒരിക്കലും പൗരുഷം കാണിക്കാനോ അവിടെ മക്കൾ ഉണ്ടാവാനോ സാധ്യതയില്ല. അപ്പോൾ അതാണ് സീമ അന്ന് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ജാസി എന്ന് പറഞ്ഞ ഒരാൾ, അയാളുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ പലപ്പോഴും ആണായും പെണ്ണായും ഒക്കെ മാറി ഉള്ള വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരാളല്ല ഈ പറയുന്ന ജാസി എന്ന് പറയുന്ന ആൾ. അപ്പം അയാളുടെ ഒരു ഇൻ്റർവ്യൂ വന്നതിന് ശേഷമാണ് സീമ ഇത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്. പക്ഷെ ഇതിൻ്റെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൻ്റെ അകത്ത് സീമ പോകുന്ന സ്ഥലങ്ങളിൽ സീമയെ അപമാനിക്കണം, അതായത് പൊതു മീഡിയകളിൽ സീമ വളരെ നല്ല ഒരു ഇമേജ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നും അതിനെ ഇല്ലാതാക്കണമെന്നും അവരുടെ ജീവിതമാർഗം തടയണമെന്നും അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി, അവർക്ക് വർക്ക് കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയി പിടിച്ചിറക്കി അവരെ അടിക്കണമെന്നും ഒക്കെ ഉള്ള തരത്തിലുള്ള വോയിസ് ഇവരുടെ കയ്യിൽ കിട്ടുകയും ഇവർ ശരിക്കും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇവരുടെ കല്യാണത്തിൻ്റെ സമയത്ത് ബഹളം ഉണ്ടാക്കണം അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വോയിസുകൾ ആരൊക്കെയോ ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തത് കൊണ്ട്
ഇതൊക്കെ കേൾക്കുമ്പോൾ ഉള്ള ഒരു മാനസിക വ്യത, അല്ലെങ്കിൽ താൻ ആക്രമിക്കപ്പെട്ടേക്കുമോ, താൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, അപ്പോൾ താൻ ആക്രമിക്കപ്പെട്ടേക്കുമോ, താൻ ഇതുവരെയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന തൻ്റെ ഇമേജ് നഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ള ഒരു വേദനയുടെ പുറത്തും, പിന്നെ ട്രാൻസ്ഫോമൻസ് നമുക്കറിയാമല്ലോ, ആണുങ്ങളായിട്ടുള്ളവർക്ക് നല്ല ആരോഗ്യവും ഉണ്ടാവും. അപ്പോൾ ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിനുള്ളിൽ കയറി ഇവരെ ആക്രമിക്കുമോ എന്നൊക്കെയുള്ള ഒരു ഭയം കൊണ്ടാണ് അവർ ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സീമയോട് പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും നന്നായി മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ആളാണ്. നിങ്ങളുടെ ലൈഫ് കൊണ്ട്, നിങ്ങളുടെ സംസാര ശൈലി കൊണ്ട്, നിങ്ങളുടെ ജീവിത ശൈലി കൊണ്ടൊക്കെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങളൊക്കെയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു ലോകം അങ്ങനെ തന്നെയാണ്. അതായത് ഒരു വശം കേൾക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ അമ്മയെ തല്ലിയാലും രണ്ടു വശമെന്ന് പറയുന്നത് പോലെ. പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്നവർ, നിങ്ങളെ വിശ്വസിക്കുന്നവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഈ ഒരു സില്ലി ആയിട്ടുള്ള കാര്യത്തിന്, ഇത് ശരിക്കും സില്ലി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ തള്ളിക്കളയുന്നില്ല. നിങ്ങളുടെ ഒരു മെൻ്റൽ പ്രഷറിന് ഇതൊരു വലിയ പ്രഷറായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങളുടെ ഒപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നെപ്പോലുള്ള ഒരുപാട് പേര് നിങ്ങളെ ചേർത്ത് നിർത്തുന്നുണ്ട്. മനസ്സുകൊണ്ടും നിങ്ങൾ പോകുന്ന സ്ഥലത്തും. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വോയിസ് ഷെയർ ചെയ്ത് തന്നത് ആരാണ്? നിങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പിലല്ല ആ ഒരു മെസ്സേജുകൾ പാസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് പാസ് ചെയ്ത് തന്നവരും നിങ്ങളെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റിനും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ നിങ്ങളെ പിന്നിലുണ്ട്. പിന്നെന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു മാനസിക വ്യത നിങ്ങളെ വേട്ടയാടുന്നത്? അതുകൊണ്ട് ഒരിക്കലും ഒരു മോശം, അതായത് ഒരു ആത്മഹത്യ പോലുള്ള ഒരു കാര്യങ്ങളിലോട്ടൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് കൃത്യമായ ഒന്നാണ്. മറ്റൊരാളുടെ ജീവിതം തകർത്ത്, ജീവിതം പരീക്ഷണ വിധേയമാക്കിയിട്ട് ഇവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് മറ്റൊരു ആളിനെ കല്യാണം കഴിച്ച്, ഒരു ട്രാൻസ്മാൻ ആയിട്ടുള്ള ആളിനെ തന്നെ ട്രാൻസ്മാൻ അല്ല, ജാസി കല്യാണം കഴിച്ചത് മാൻ തന്നെയാണ്. അപ്പം അങ്ങനെ അവരുടെ സന്തോഷങ്ങളുമായിട്ട് ജീവിച്ചിട്ട് അയാളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, ഞാൻ കല്യാണം കഴിച്ച പെണ്ണിൻ്റെ ജീവിതം ഞാൻ നാശമാക്കിയിട്ടില്ല എന്ന്. എന്തടിസ്ഥാനത്തിലാണ് അവരത് പറയുന്നത്? അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ നേരെയും ആക്രമണം വന്നേക്കാം. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാനും ഇതേപോലുള്ള ഒരു അവസ്ഥയെ കടന്നു പോകുന്ന ഒരാളാണ്. ഒരു ലോകത്തിലെ ഒരുപാട് പാവപ്പെട്ട വിശ്വാസികളായ ജനങ്ങളെ പറ്റിച്ച് പണം തട്ടിക്കൊണ്ടിരുന്ന ഒരാളിനെ കുറിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ 2 മാസമായി നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ടും ഒരു കൂസലുമില്ലാതെ ഞാൻ ജീവിക്കുന്നത് കാണുന്നില്ലേ? എന്നെ കണ്ടുപഠിക്കൂ സീമ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് പിന്നിലുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒരു മോശം തീരുമാനം എടുക്കരുത്, ഭയപ്പെടരുത്. നമ്മൾ ഭയപ്പെട്ട് പിന്നോട്ട് പോകുമ്പോൾ അവർ വീണ്ടും വീണ്ടും നിങ്ങളുടെ പിന്നാലെ വന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. തല ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കുക. ഞങ്ങളുമുണ്ട്.